ഇവിടെ മുൻ മന്ത്രി ജോസ് തെറ്റയിലുണ്ട്. അദ്ദേഹത്തെ നമിക്കുന്നു. മുനിസിപ്പൽ ചെയർമാനുണ്ട്, അദ്ദേഹത്തെ നമിക്കുന്നു. തുലിക്കാപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട അച്ഛൻ സമയം കണ്ടെത്തി എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സ്റ്റേജിൽ പഞ്ചായത്ത് മെമ്പർ തുടങ്ങി ജനപ്രതിനിധികൾ പലരുമുണ്ട്. പേരെടുത്തു പറയാതെ എല്ലാവരെയും വളരെ വിനയപൂർവ്വം നന്ദിയോടെ സ്മരിക്കുന്നു. 25 വർഷമായ ഈ പള്ളി, ഈ ഇടവക അങ്കമാലി ഭദ്രാസനത്തിലെ അങ്കമാലി മേഖലയിലെ ഏറ്റവും ചെറിയ പള്ളികളിൽ ഒന്നാണ്. 1000-ന് മേൽ ഇടവകകളുള്ള പള്ളികളാണല്ലോ ഈ ഭദ്രാസനത്തിലെ അധികവും. 3000 വരെ വരുന്ന ഇടവകകളുണ്ട്. പക്ഷേ ഈ കൊച്ചിടവക വലിയ ഒരിടവകയുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചതുപോലെ പരിശുദ്ധനായ വലിയ തിരുമേനി, ആലുവായിലെ വലിയ തിരുമേനിയുടെ പ്രത്യേക കരുണയാൽ അനുഗ്രഹിക്കപ്പെട്ടു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹാനായ ശ്രീ ബാർഖമോർ KT വർഗീസ് ഇൻസ്പെക്ടറായി വിവിധ തരത്തിൽ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കൾ, ഞാൻ കൂത്താട്ടുകുളത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പൊതുയോഗം നടത്തിയിട്ട് വരികയാണ്. അവിടെ വെച്ച് തന്നെ എനിക്ക് പനിയുണ്ടായിരുന്നു. പനിയാണെങ്കിൽ തലവേദനയില്ലെങ്കിൽ പനി പഞ്ചസാരയാണല്ലോ, പുതച്ച് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം. പക്ഷേ അപ്പോൾ ഇവിടുത്തെ എൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് ഞാൻ മാറുന്നത് ഇനി ജൂബിലി 50 വർഷം വരുമ്പോഴൊക്കെ ആയിരിക്കാം. അന്ന് ഞാൻ ദൈവദരിസന്നിധിയിലായിരിക്കുമല്ലോ. ഇവിടുത്തെ ദൈവ നടത്തിപ്പിൻ്റെ ഒരു തെളിവാണ് 1.5 വർഷം മുൻപ് ഈ പള്ളിയുടെ വികാരിയായി വന്ന എത്രയും ബഹുമാന്യനായ ബാബു അച്ഛൻ, പാറയ്ക്കൽ അച്ഛൻ. അദ്ദേഹം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹം പകർന്നിട്ടുണ്ട്. ഗൾഫിലെ ഒട്ടും ചെറുതല്ലാത്ത പള്ളിയാണ് അദ്ദേഹം തീർത്തത്. ഗൾഫിൽ 6 പള്ളികളാണ് UAE-യിൽ മാത്രം വലുതായിരിക്കുന്നത്. അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ അലൈനിൽ പണിയിക്കാൻ കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. ദൈവം അദ്ദേഹത്തെ നിങ്ങൾക്ക് തന്നതാണ് കാണുന്ന ശ്രേഷ്ഠതയുടെ പലതും. ഈ ഇടവകക്കാര് പ്രത്യേകമായ സ്വഭാവമുള്ളവരാണ്. തങ്ങളുടെ വീടിനേക്കാൾ കൂടുതൽ കരുതുന്നത് പള്ളിയാണ്. അതാണ് ഈ ചെറിയ ഇടവക വളരെ വേഗം വളർന്നു വരുവാൻ കാരണം. 1964 ഞാൻ 10 മാസത്തേക്ക് കൽക്കട്ട പള്ളി വികാരിയായി നിയമിക്കപ്പെട്ടു. അന്ന് നല്ല പ്രായമായിരുന്നല്ലോ. ആളുകൾക്കൊക്കെ സന്തോഷമായി. വിശുദ്ധ കുർബാന മധ്യത്തിൽ പ്രസംഗിക്കുമ്പോൾ പള്ളിയകത്തും ചെറിയ മുറ്റമുണ്ട്, വെല്ലസ്ലി, ഇവിടെ എല്ലാം നിറച്ച ആളുകളാണ്. പക്ഷേ പ്രസംഗം കഴിഞ്ഞ് വിശുദ്ധ കുർബാന പൂർത്തിയാക്കി ഞാൻ പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ 1/3 ആളുകളേ ഉള്ളൂ. ഒരു കുട്ടി സമയത്ത് വീട്ടിൽ വരാതിരുന്നാൽ അപ്പനും അമ്മയ്ക്കും ഉണ്ടാകാവുന്ന വേദന, ലോകത്തിൽ ഉണ്ടാകാവുന്ന സകല ആപത്തുകളും മുമ്പിൽ വരുമല്ലോ. തിരക്കേറിയ കൽക്കട്ടയിലെ എസ്പൾനേഡിൽ കൂടെ വന്ന ആരോ വാഹനമിടിച്ച് മരിച്ചു, കേട്ടവരെല്ലാം അങ്ങോട്ട് പോയി എന്നാ ചിന്തിച്ചു പോയത്.
തെറ്റാണ് അങ്ങനെ ചിന്തിച്ചത്. അവിടെ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന ശ്രേഷ്ഠനായ PV കുരുവിളയോട് ചോദിച്ചു, ആളുകൾ എന്തു പറ്റി, എവിടെ പോയി എന്ന് ചോദിച്ചു. ഒന്നും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നോക്കിയില്ല, എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു കർശനമായിട്ട്. അപ്പോൾ പറഞ്ഞു, ഇന്ന് ഒരു മലയാളം സിനിമയുണ്ട്, അത് 10 മണിക്കാണ്, അപ്പോൾ അത് കരുതി ആളുകൾ അങ്ങോട്ട് പോയതാന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമാന്മാരായ കോവായക്കാർ പലയിടത്തും സിനിമയുടെ സമയം അതുപോലെയുള്ള പല സമയങ്ങൾ ഒഴിവാക്കി പള്ളിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ അങ്ങനെയല്ല, പള്ളിയിൽ പോയിട്ടേ മറ്റെന്തെങ്കിലും പോവുകയുള്ളൂ. അതാണ് വളർച്ചയുടെ കാരണം. ഒരു 10 വർഷത്തേക്ക് കൂടെ നിങ്ങൾ പള്ളി ആദ്യവും വലുതുമായി കരുതാമെങ്കിൽ ഈ ഇടവക ഇനിയും വളരും. നല്ല കുറെ മനുഷ്യരെ ദൈവം ഈ ദേശത്ത് വളർത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ ഇവിടുന്നുള്ള പലരുമുണ്ട്. ഇവിടെ ഒരു ശ്രീമാൻ ബേബി പാപ്പച്ചൻ ഇരിക്കുന്നുണ്ട്. പരിശുദ്ധനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവിടെ ചെന്നാൽ എനിക്ക് 10 വേണം, 10 മീറ്റർ തുണി വേണമെന്ന് പറഞ്ഞാൽ 30 മേടിക്കും. എല്ലാം അങ്ങനെയാണ്. ഓസ്ട്രേലിയയിലുള്ളവരും അമേരിക്കയിലുള്ളവരും ഗൾഫ് രാജ്യങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവരും ഈ ഇടവകയിലെ മക്കൾക്ക് എന്നെ എവിടെയെങ്കിലും കിട്ടുന്നത് അവരുടെ അപ്പനെ കരുതുന്നത് പോലെ കരുതിയാണ്. വികാരിക്ക് പിന്നെ അതല്ലാതെ വേറൊരു ശരണമില്ലല്ലോ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഉടയവനായി ദൈവം എഴുന്നേൽപ്പിച്ച ആലുവായിലെ പരിശുദ്ധനായ വലിയ തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നാലെ വന്നത് വൈലിപ്പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കരയുടെ ഉരുക്ക് മനുഷ്യനെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ചെറുതും വലുതുമായി ഈ പള്ളി സ്ഥാപിക്കുന്നതിന്, വീട്ടിൽ വെച്ച് സൺഡേ സ്കൂൾ നടത്തുന്നതിന് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ സൺഡേ സ്കൂളാണ് പ്രധാനമായി കരുതേണ്ടത്. മറ്റെന്തിനേക്കാൾ പള്ളി കരുതരുതെന്നല്ല, യൂത്തിനെ കരുതരുതെന്നല്ല, മഹിളാ സമാജ മർത്തമറിയ സമാജക്കാരെ കരുതുന്നതല്ല. സാങ്കേതിക വിദ്യ പെരുകി കുഞ്ഞുങ്ങളുടെ മനസ്സെല്ലാം അങ്ങോട്ട് മാറിയിരിക്കുക. ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഇപ്പോഴത്തെ പിള്ളേർ. ഔഗ്യൻ തിരുമേനി മെത്രാപ്പൊലീത്തയായിരിക്കുമ്പോൾ പറഞ്ഞ ഒരു സംഭവം വെളിപ്പെടുത്തട്ടെ, കുഞ്ഞുങ്ങളെ രംഗത്ത് കൊണ്ടുവരാന്. ഒരു ബിഷപ്പ് ഒരു സ്ഥലത്ത് ചെന്ന് സ്ഥലം വാങ്ങിച്ചു, പള്ളി പണിയിച്ചു, പള്ളിക്കൂടം പണിയിച്ചു. അപ്പോ പറമ്പിലെല്ലാം ധാരാളം ചെടികൾ വെച്ചു, ഒത്തിരി മാവ് നട്ടുപിടിപ്പിച്ചു, നിലത്തോടെ പടർന്നു കിടക്കുന്ന മാവ്. അപ്പോൾ കൊന്നമംഗലത്ത് വന്നാൽ ഞാൻ താമസിക്കുന്നിടത്ത് പത്രികാ സെന്ററിൽ അത്രയും അങ്ങോട്ടായില്ല, പടർന്നു കിടക്കണം. മാങ്ങ കാച്ചു, ബിഷപ്പിന് ഒരു മാങ്ങ പോലും കിട്ടില്ല. പല പരിശ്രമം ചെയ്തു, പല ആജ്ഞയൊക്കെ കൊടുത്തെങ്കിലും കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ചെവി കൊടുത്തില്ല. സ്കൂള് തുടങ്ങാൻ പോയത് ആപത്തെന്ന് തോന്നി. തിരുമേനിക്ക് ഒരു ദിവസം ഒരു ബുദ്ധി തോന്നി. ഗേറ്റൊക്കെ അടച്ചിട്ട്, ജനാലുമൊക്കെ അടച്ചിട്ടിട്ട് ഈ മാങ്ങയുള്ള, അദ്ദേഹം പറഞ്ഞതാണ്, ഇലച്ചിലുള്ള മാവിന്റെ മുമ്പിൽ കയറിയിരുന്നു. പൊക്കമൊന്നുമില്ല, നിലത്തോടെ വളർന്നു കിടക്കില്ല. സ്കൂൾ കുട്ടികൾ വന്ന് അവിടെ 2 പേര് പുറത്തു നിന്നു, 2 പേരും അതിലേൽ നിന്നു. ഒരുത്തൻ ബുദ്ധിമാൻ കയറി വന്നു. മാങ്ങ പറിക്കാനായിട്ട് വന്നപ്പോൾ തിരുമേനി പറഞ്ഞു, ആരുടെ എവിടെയാ പോണേ? ഞാൻ തിരുമേനിയുടെ കൈമുത്താനായിട്ട് ഞാൻ റോഡ് വരികയില്ല. തിരുമേനി അവിടെ കയറിയിരിക്കുമെന്നോ ഈ വിളിയും ഒക്കെ വരുമെന്നോ ഒന്നും അറിയാമല്ല. അവനപ്പം തോന്നിയതാ, എന്നാ ബുദ്ധിയാണെന്നറിയാമോ നമ്മുടെ പിള്ളേർക്ക്. അയ്യോ! പക്ഷേ ആ ബുദ്ധി നല്ല കാര്യങ്ങൾക്കായി തിരിച്ചുവിടണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പരീക്കണ്ണി പള്ളിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുകയാണ്.
അന്നൊരു വലിയ വിമാനം പോലെ ഒരു പഴയ കാറാണ്. ഞാൻ ലുപ്തനല്ലേ പോയി പഴയത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ പെട്രോൾ എഞ്ചിൻ എടുത്തു കളഞ്ഞ് ഫർക്കിൻസ് സെക്കൻഡ് ഹാൻഡ് എഞ്ചിൻ മേടിച്ച് വെച്ച് ഒരുത്തന്റെ ഉമ്മർത്ത് കൊണ്ടായിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കൂല, അവൻ രാകും. കാരണം ലോറിയുടെ എഞ്ചിനല്ലേ. അങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ടാൽ വലിയ ഭയങ്കര വണ്ടിയാണ്. അപ്പൊ ഞാനതിൽ ബാക്കിലിരിക്കുക. അപ്പൊ ഒരു കുട്ടി പറയാ, ഇതെന്താ നിലത്തോടെ പോകുന്നതെന്ന്. കൊച്ചു കുഞ്ഞാ, വിമാനമല്ലേ ഇത് പറകണമെന്ന് പോകണ്ടല്ലേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുഞ്ഞുങ്ങളെ എല്ലാം നേർവഴിക്ക് തിരിച്ചുവിടും. അതിനുള്ള ആദ്യത്തെ ഭാഗം അപ്പനും അമ്മയും നേരെയാകണം. അപ്പനും അമ്മയും നേരെയാകണം. അപ്പൊ കുഞ്ഞുങ്ങൾ തന്നെ നേരെയാവും. ബഹുമാനപ്പെട്ട ജഡ്ജി എന്നോട് ക്ഷമിക്കണം, നിർത്തുക. ഞാൻ നേരെയായാൽ എന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഈ ബഹുമാന്യം, അയ്യോ എന്തൊരു ഭയങ്കരമാണ്. എല്ലാവരും ഓരോ പള്ളിയല്ല പല പള്ളി പണിയിക്കാൻ മതിയായവരായിരിക്കുന്നവരൊക്കെ. ഒരു പള്ളി ഒന്ന് പറഞ്ഞ അടുത്ത ദിവസം നെയ്യാണ്, വേറൊരു പള്ളി ഷാർജയിൽ ഭയങ്കര അത്ഭുതം സൃഷ്ടിച്ചു വന്നിരിക്കുക. കാലക്ക സകല എല്ലാവരും ഉണ്ട്, മിടുക്കന്മാരാണ്, വാത്സല്യ മക്കളെ. പക്ഷേ വീട്ടിൽ യേശുക്രിസ്തു ഇറങ്ങി പാർക്കണം. അപ്പനും അമ്മയ്ക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം മനസ്സിലായിട്ട് മാധുര്യം മനസ്സിലായിക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഇവിടെ ഒത്തിരി കുടുംബങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. പള്ളിയാണ് അവരുടെ ആദ്യത്തെ ശരണമെന്ന്. ഇപ്പോൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. ബുദ്ധി കേന്ദ്രം പിള്ളേരുടെയൊക്കെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് ഒന്നും മനസ്സിലാവുകയില്ല. അവരിതൊക്കെ അഴിച്ച് ഞൊടി നേരം കൊണ്ട് തിരിച്ചു ഫിറ്റ് ചെയ്ത് എന്തെല്ലാം സൂത്രങ്ങളാകും. അവരെയൊക്കെ അവരുടെ ബുദ്ധിയൊക്കെ നേരെ തിരിച്ചുവിടണം. അടുത്ത ഒരു നല്ല തലമുറ വീടുകളിൽ നിന്ന്, അത് എറണാകുളത്തോ ഡൽഹിയിലൊന്നും ഗൾഫിലും വാങ്ങിക്കാൻ കിട്ടില്ല, അമേരിക്കയിലും കിട്ടില്ല, ഓസ്ട്രേലിയയിലും കിട്ടില്ല. നല്ല കുഞ്ഞുങ്ങളെ അത് അപ്പനും അമ്മയും കരുതി ജീവിച്ച് അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ട് എല്ലാം നല്ലതാവണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലവരാണ്. എന്നെ കൂടെ ഉൾപ്പെടുത്തി ഉത്തരാപതിത്ത ഡോക്ടർ ഇബ്രാഹിം മർസൂരിനെ ഞാൻ പറഞ്ഞതുപോലെ തക്ക സമയത്ത് എഴുന്നള്ളി. പ്രധാനപ്പെട്ട ജഡ്ജിയുടെ പരിപാടി കഴിയുമ്പോൾ തിരുമേനി കൽപ്പിക്കും, വയസ്സായില്ലേ, സ്വല്പം പനിയൊക്കെ ഉണ്ടല്ലോ, പോയി വിശ്രമിച്ചോളാൻ തിരുമേനി കൽപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഉചിതമായത് ചെയ്യേണ്ടിയിരിക്കും. പ്രധാനപ്പെട്ട ജഡ്ജി എത്തിച്ചേർന്നത് ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്മരിച്ചിട്ട് എന്റെ അധ്യക്ഷ പ്രസംഗമല്ല, അധിക പ്രസംഗം നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.